ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാപമോചിനി ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടതാണ് ഏകാദശി വ്രതം. ഓരോ മാസവും 2 ഏകാദശിയാണ് ഉള്ളത്. കറുത്തവാവിന് ശേഷം വരുന്നത് ശുക്ലപക്ഷ ഏകാദശിയും വെളുത്തവാവിന് ശേഷം വരുന്നത് കൃഷ്ണപക്ഷ ഏകാദശിയുമാണ്. ഏപ്രിൽ 5 വെള്ളിയാഴ്ചയാണ് പാപമോചിനി ഏകാദശി. പേരുപോലെ തന്നെ സകല പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന വ്രതമാണിത്. ഇന്നേ ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും മുക്തരാകുമെന്ന് വിശ്വസിക്കുന്നു. ഏകാദശി വ്രതം എടുക്കുന്ന ഒരാൾക്ക് ഈ ലോകത്ത് സകല സൗഖ്യങ്ങളും നേടാൻ സാധിക്കുമെന്നും അവസാനം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി ജീവൻ മുക്തനാവുമ്പോൾ വിഷ്ണുപദത്തിൽ എത്തിച്ചേരുവാനും കഴിയുമെന്ന് പറയുന്നു. വിഷ്ണുപാദം പോകാൻ കഴിഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഏകാദശി വ്രതം എന്നത് ശരീരശുദ്ധീകരണം മാത്രമല്ല, ആത്മാവിൻ്റെ ശുദ്ധീകരണം കൂടിയാണ്. ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ദിനങ്ങളാണ് ഓരോ ഏകാദശി വ്രതങ്ങളും. വ്രതാനുഷ്ഠാനം തുടങ്ങുന്നതും അത് തീരുന്നതും 3 ദിവസങ്ങളിലായിട്ടാണ്. ദശമി, ഏകാദശി, ദ്വാദശി എന്നിങ്ങനെയാണ് ആ 3 ദിനങ്ങൾ. ഈ വരുന്ന വ്യാഴാഴ്ച ഏപ്രിൽ 4-ാം തീയതിയാണ് ദശമി ദിവസം. അന്നാണ് നമ്മൾ വ്രതം തുടങ്ങേണ്ടത്. അന്ന് രാവിലെ കുളിച്ചതിന് ശേഷം മാത്രമേ ജലപാനം ചെയ്യാൻ പാടുള്ളൂ. അന്ന് മുതൽ വ്രതം തുടങ്ങുകയാണ്. അന്നൊരു നേരം മാത്രമാണ് ധാന്യാഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കി 2 നേരവും പാലും പഴങ്ങളും കഴിക്കാം. അതിനുശേഷം അന്നേ ദിവസം നമ്മൾ തലേന്ന് തന്നെ, അതായത് ദശമി ദിവസം തന്നെ തുളസി ഇലകൾ ശേഖരിച്ച് വെക്കണം. പിന്നെ ചെയ്യേണ്ടത് ഏകാദശി ദിവസം രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഭഗവാനുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കേണ്ടത്. അതായത് അതിരാവിലെ എഴുന്നേൽക്കണം. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണർന്നിട്ട് കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ നിത്യവും ചെയ്യുന്ന ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യുക. അതൊക്കെ അവരവരുടെ യഥാശക്തി എല്ലാം ചെയ്യുക. അതിനുശേഷം വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്താം. അവിടുന്ന് തുളസി തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് വ്രതം തുടങ്ങാം. അപ്പോൾ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക. അടുത്തുള്ള അമ്പലത്തിലെ ദൈവത്തിനെ ഓർക്കുക. ദേവിയാവട്ടെ ദേവനാകട്ടെ, അതേത് ദേവനായിക്കോട്ടെ, ആ ദൈവത്തിനോടും പറയുക, പ്രാർത്ഥിക്കുക. ഭഗവാൻ നാരായണനോടും പ്രാർത്ഥിക്കുക. നമ്മുടെ അച്ഛനമ്മമാരോടും ഗുരുസ്ഥാനീയരായോടും പ്രാർത്ഥിക്കുക. ഞാനിത് അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുക. ഇത്രയും പേരുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ വ്രതം തുടങ്ങുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. അതായത് നമ്മൾ ആ വ്രതം തുടങ്ങുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിൽ എടുക്കാനായിട്ട് സാധിക്കണം. ഇടയ്ക്ക് മുടക്കം വരാനായിട്ട് പാടില്ല. അപ്പോൾ അത് ആ പൂർണ്ണ അനുഗ്രഹത്തോടെ അത് എത്തിച്ചേരണമെങ്കിൽ നമ്മളിവരുടെ എല്ലാം പ്രാർത്ഥന വേണം. നമ്മുടെ പരദൈവങ്ങളുടെയും നമ്മുടെ കുടുംബദൈവത്തിൻ്റെയും നാട്ടിലെ ദൈവത്തിൻ്റെയും അച്ഛനമ്മമാരുടെയും ഭഗവാന്റെയും ഒക്കെത്തിലുമുപരി ശ്രീ മഹാവിഷ്ണുവിൻ്റെയും വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തീർത്ഥം സേവിച്ച് വ്രതം അന്നേ ദിവസം തുടങ്ങാം. കലണ്ടർ പ്രകാരം സമയം വ്രതം തുടങ്ങുന്നത്, ഫാസ്റ്റിംഗ് തുടങ്ങുന്നത്, ഉപവാസം തുടങ്ങുന്നത് 6:20 AM വെള്ളിയാഴ്ച രാവിലെ. ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും വ്രതം ചിട്ടപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അതായത് നല്ല ആരോഗ്യമുള്ളവർ, പൂർണ്ണ ആരോഗ്യമുള്ളവർ പൂർണ്ണ ഉപവാസം എടുക്കുക.
പിന്നെ ജലം ഉപേക്ഷിച്ച്, അതായത് നിർജ്ജലമായിട്ടും എടുക്കാം. ജലം മാത്രം കുടിക്കുമ്പോൾ അത് തുളസി തീർത്ഥമായിരിക്കണം. തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പിന്നെ അന്നത്തെ ദിവസം കഴിയാം. മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു നേരം പഴങ്ങളോ പച്ചക്കറികളോ പാലോ ഒക്കെ കഴിക്കാം. അത് ഒരു നേരം മാത്രമാണ് മിതമായ അളവിൽ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഭഗവത് സ്മരണയോടെ ഇരിക്കുക എന്നതാണ്. അതാണ് ഏറെ ഉത്തമമായിട്ടുള്ളത്. ഉപവാസം എന്നാൽ അടുത്തു വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് എപ്പോഴും ഭഗവാന്റെ അടുത്തായിരിക്കാൻ, ഭഗവാന്റെ സ്മരണയോടെ ഇരിക്കാൻ, നാവിലെപ്പോഴും ഭഗവാന്റെ നാമം മാത്രമായിട്ടിരിക്കാൻ, നമ്മളുടെ ഓരോ വാക്കിലും അത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നമ്മുടെ ഓരോ ചിന്തയിലും ശ്രീമൻ നാരായണൻ നിറഞ്ഞു നിൽക്കണം. അപ്പം അങ്ങനെ ആയിരിക്കണം ആ ഒരു ദിവസം മുഴുവനും. പിന്നെ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങളൊക്കെയും നമുക്ക് അന്ന് ചൊല്ലാം. അഷ്ടാക്ഷരം ചൊല്ലാം, ദ്വാദശാക്ഷര മന്ത്രം ചൊല്ലാം. 12 നാമങ്ങളുണ്ട് ഭഗവാന്റെ, അത് ചൊല്ലാം. അഷ്ടാക്ഷരം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. 12 നാമങ്ങളുണ്ട് ഭഗവാന്റെ. അത് ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം ശ്രീധരായ നമ, ഓം വാമനായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇത് ഭഗവാന്റെ 12 നാമങ്ങളാണ്. ഇത് ചൊല്ലാം. പുരാണങ്ങൾ വായിക്കാം. ഭാഗവതം, നാരായണീയം, രാമായണം ഒക്കെ നിങ്ങൾക്കറിയാവുന്നത് എന്തൊക്കെ ഭഗവാനെക്കുറിച്ച് അറിയാമോ അതൊക്കെ ഭഗവാനെക്കുറിച്ച് ചൊല്ലി കീർത്തിച്ച് ഭഗവാനെ സ്തുതിച്ച് എപ്പോഴും ആ ചിന്തയോടുകൂടി തന്നെ ഇരിക്കുവാനായിട്ട് അന്നേ ദിവസം ശ്രമിക്കുക. നമ്മൾ വ്രതമെടുക്കുമ്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആഹാര കാര്യങ്ങളല്ല, കൂടുതൽ ഭഗവത് സ്മരണയോടെ ഇരിക്കുക. കൂടുതൽ ഭഗവാൻ നാമം നമ്മൾ ഉരുവിടുന്തോറും നമ്മുടെ ശരീരത്തിന് ബലം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആഹാരാദികളോട് ഉള്ള ആ ഒരു താല്പര്യം കുറയും, നമുക്ക് അതിനോടുള്ള ചിന്തകൾ കുറയും. കൂടുതൽ ഭഗവത് നാമങ്ങൾ ഉരുവിടുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കുളിച്ച് തുളസി തീർത്ഥം സേവിച്ചിട്ട് പാരണ വീട്ടാം. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് തുളസി തീർത്ഥം സേവിച്ചിട്ടും പാരണ വീട്ടുമ്പോൾ ഭോക്ഷ്യേഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഭഗവാനെ, ഞാനിതാ ആഹാരം കഴിക്കാൻ പോവാണ്, അവിടുന്ന് എന്നെ രക്ഷിച്ചാലും, അവിടുന്ന് ഞാൻ ഈ എടുത്ത വ്രതത്തിനെ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തുളസി തീർത്ഥത്തിൽ മലരോ ഒരിത്തിരി 1-2 അരിമണികളോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാരണ വീടുകയാണ്. അന്നേ ദിവസം ആ ദ്വാദശി ദിനം രാവിലെയാണ് പാരണ വീടുന്നത്. അന്നേ ദിനവും ഒരിക്കലാണ് എടുക്കേണ്ടത്. അതാണ് ഉത്തമമായിട്ടുള്ളത്. നമ്മളെങ്ങനെയാണോ ദശമി ദിവസം എടുത്തത് അതുപോലെ തന്നെ ദ്വാദശി ദിവസവും വ്രതത്തോടെ തന്നെ ഇരിക്കണം. ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ തുളസി ദേവിക്ക് ജലം അർപ്പിക്കുകയും ഒരു നെയ്ദീപം തെളിച്ചു വയ്ക്കുകയും തുളസി ചെടിക്ക് 3 തവണ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് അത്യുത്തമമാണ്. അന്ന് ദേവിയും വ്രതത്തിലാണ് എന്നാണ് പറയുന്നത്. അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് തുളസി ദേവിയെ ആരാധിക്കുന്നതിലൂടെ സന്തതികൾക്കാണ് അനുഗ്രഹം ആയിത്തീരുന്നതെന്ന് ഒരു വിശ്വാസവുമുണ്ട്. പിന്നെ കഴിയുന്നത്ര അന്നേ ദിവസം ഏകാദശി ദിനങ്ങളിൽ കഴിയുന്നത്ര ദാനധർമ്മം ചെയ്യുക. എന്തും പക്ഷിമൃഗാദികൾക്കായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ പിന്നെ ആഹാരവും ജലവും നമ്മളാലാവുന്ന വിധം നൽകുക. പിന്നെ നല്ല ചിന്തയോടെ ഭഗവത് സ്മരണയോടെ ആത്മശുദ്ധിയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. തീർച്ചയായും അതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത് അത് അതേ ചിട്ടയോടെ എടുക്കുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഒരു കാലതാമസവും നേരിടില്ല. കാരണം നമ്മൾ ഒരു ചുവട് ഭഗവാനിലേക്ക് വയ്ക്കുമ്പോൾ 10 ചുവട് ഭഗവാൻ നമ്മളിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചുവട് നിങ്ങൾ ഭഗവാനിലേക്ക് വെച്ച് നോക്കൂ. ഭഗവാന് അത്രയും നമ്മളിലേക്ക്
ഒഴുകി ഒഴുകി ഭഗവാൻ നിറയുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോ അണുവിലും ഭഗവാൻ നാരായണൻ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏകാദശി വ്രതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഹരിവാസര സമയമാണ്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്ന് വരുന്ന 12 മണിക്കൂറാണ് ഹരിവാസര സമയമായി കണക്കാക്കുന്നത്. ഹരി എന്നാൽ വിഷ്ണു എന്നും വാസരം എന്നാൽ ദിവസവുമാകുന്നു. അപ്പോൾ ഹരിവാസരം എന്നാൽ വിഷ്ണുവിൻ്റെ ദിവസം എന്നർത്ഥം. അതായത് ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഏറെയുള്ള സമയമെന്ന് പറയുന്നു. ഈ സമയം ഭഗവാൻ വ്രതമെടുക്കുന്ന ഓരോരുത്തർക്കരികിലും എത്തുമെന്നും വിശ്വസിക്കുന്നു. അപ്പം ഈ സമയം ഭഗവാൻ ശ്രീമൻ നാരായണനെ കീർത്തിക്കുകയും ഭജിക്കുകയും തന്നാലാവുന്ന വിധം ഭഗവാന്റെ നാമങ്ങൾ ആയിക്കോട്ടെ ആ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുക. ഭാഗവതം, രാമായണം, നാരായണീയം, ഭഗവത്ഗീത, ഭഗവാനെക്കുറിച്ച് അറിയാവുന്ന കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ ഏതും ആവാം. നിരന്തരം ഭഗവാനെ ഈ സമയം ഓർക്കുക. ഓരോ നിമിഷവും കളയാതെ, ഹരിവാസര സമയം ഓരോ നിമിഷവും കളയാതെ ഭഗവാനെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുക. കാരണം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് അത്. അതായത് സദാ ഭഗവാൻ ഭൂമിയിലുള്ള സമയമാണ്. നമ്മളെ കാണാൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഏത് സമയമാണ് ഭഗവാൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ സമയം നമ്മൾ ആ ചിന്തയോടെ, ഭഗവാന്റെ നാമത്തോടെ ആ ചിന്തയോടെ ഇരിക്കുക. അത് ഭഗവാന്റെ ഏറെ കൃപയ്ക്കും അനുഗ്രഹത്തിനും നമ്മൾ പാത്രീഭൂതരാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതേപോലെ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആ സമയം ഹരിവാസര സമയം ജലപാനം പോലും ചെയ്യാതെ ഭഗവാനെ ഭജിക്കുന്നതാണ് ഏറെ ഉത്തമം. അതായത് ഒരു 12 മണിക്കൂറേ ഉള്ളൂ അത് അങ്ങനെ എടുക്കുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ട് തീരും. വ്യാഴാഴ്ച 4:14 PM തൊട്ട് വെള്ളിയാഴ്ച 1:28 PM വരെയാണ് ഏകാദശി തിഥി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഹരിവാസര സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 7:28 AM മുതൽ 7:28 AM മുതൽ 7:28 PM വരെയാണ് ഹരിവാസര സമയം വരുന്നത്. പാരണ വീട്ടേണ്ടത് ശനിയാഴ്ച രാവിലെ 6:19 മുതൽ 6:19 AM മുതൽ 10:22 AM വരെയാണ്. ഈ സമയത്തിനുള്ളിലാണ് നമ്മൾ പാരണ വീട്ടേണ്ടത്. ഇനി ഏകാദശിയുടെ ഫലശ്രുതി എന്ന് പറയുന്നത്, പത്മപുരാണം അനുസരിച്ച് പാപമോചിനി ഏകാദശി വ്രതം എടുക്കുന്ന ഒരാളിന് 1000 പശുക്കളെ വിശുദ്ധയാഗത്തിൽ അർപ്പിക്കുന്നതിന് തുല്യമായ പാപങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്രഹ്മഹത്യാ പാപങ്ങൾ ഒക്കെയും നശിക്കുമെന്നും പറയുന്നു. ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ഭഗവാൻ തൻ്റെ ദയയാൽ ഭക്തരെ അനുഗ്രഹിക്കുകയും അവരുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുകയും ആത്മീയമായ ഒരു പുരോഗതിക്ക് അനുഗ്രഹം നൽകി നയിക്കുകയും ചെയ്യും. അങ്ങനെ സമാധാനപൂർണമായ ഒരു മനസ്സോടെ ജീവിതത്തെ നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഏകാദശി വ്രതത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. ശരീരശുദ്ധി മാത്രമല്ല, ആത്മാവിൻ്റെ ശുദ്ധീകരണം കൂടിയാണ് ഓരോ ഏകാദശിയും അവയെടുക്കുന്ന ഓരോ ഭക്തനും നൽകുന്നത്. ഒപ്പം നിറസാന്നിധ്യമായി കണ്ണൻ്റെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ സ്മരണയും ഉണ്ടാകും. സദാ ഭഗവാൻ കൂടെ ഉണ്ടാകും. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഹരി ഓം നാരായണ.